ബ്രെഡാണ് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് വെച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ എന്താ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ബ്രഹ്മ്യാസ് ഈറ്ററി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ബീഫ് സ്റ്റൂ ആട്ടോ. അപ്പോൾ ഈ സ്റ്റൂവിൻ്റെ പുറകിൽ ചെറിയൊരു കഥയുണ്ട്. അതായത് ഞാൻ മൂന്നാറിൽ റിസോർട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളൊരു സ്റ്റൂ ആണ്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ, നല്ല കൊഴുത്ത് നല്ല ഗ്രേവി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷെഫിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്റ്റൂ ആണ്. നിങ്ങൾക്കിത് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് വേവിച്ചെന്നെടുക്കാം. അപ്പോൾ 1 കിലോനോളം ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കേട്ടിട്ടുണ്ടോ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 ചെറിയ പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്താണ്, അതൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇപ്പം ഞാൻ വൈറ്റ് പെപ്പർ, നല്ല നമ്മുടെ സ്റ്റൂ നല്ല വെളുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് പെപ്പർ ഉപയോഗിക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ ആയാലും മതി. ഇപ്പം ഞാൻ വൈറ്റ് പെപ്പറാണ് എടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണോളം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റൂ ആക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ നമുക്ക് ചേർക്കാം. ഇതിലൂടെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബീഫ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കുന്നത്. ഇതൊന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വേവിക്കും. അപ്പോൾ ബീഫ് വെന്ത് പോകാണ്ട് സൂക്ഷിക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ. ഇതിപ്പോൾ എയർ പോയിട്ടുണ്ട്, ഒന്ന് നോക്കാം. ബീഫ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും 2 മീഡിയം സൈസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് റൗണ്ടിൽ, നിങ്ങൾ ഒരുപാടങ്ങ് ചെറുതായി പോരുത്. നമ്മൾ കുക്കറിലിട്ട് തന്നെയാണ് ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബീഫ് ഒരുപാട് വെന്ത് പോരുത്. കാരണം ഇനി ഒരു വിസിലും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബീഫിൻ്റെ വേവ് കണക്കിലാക്കാൻ കേട്ടോ. ഇത് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു വിസിലും കൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതൊരു 1 വിസിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നെയ്യിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇതിലോട്ട് ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, കുറച്ച് കുരുമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്, ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, ഒരു 2 വെളുത്തുള്ളി, ഒരല്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എരിവുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്, ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നട്ട്സും കിസ്മസും ഇട്ടാൽ മതി. ആദ്യമേ ഇട്ടത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുളകിൻ്റെ കൂടെ പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു നിറത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ കൂടെ ഞാനിപ്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നമുക്ക് എരിവിന് ആവശ്യമായിട്ട്, ഇവിടെ അത്യാവശ്യം എരിവ് കഴിക്കുന്നവരായതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മസാല നേരിട്ട് ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ്. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി കുരുമുളക് പൊടിയുടെ മിക്സാണ്. അത് ഇതിലോട്ട് വളരെ തീ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് അളന്ന് വെച്ചിട്ടുള്ള 3 കപ്പോളം 2ാം പാൽ ചേർക്കുവാണേ. ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ചേർക്കാം. ബീഫ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ വേവിക്കാൻ വെച്ചത് അവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റ് പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒരുപാട് വെന്ത് പോരുത്, 1 വിസിൽ മതിയാവും. നമ്മൾ
വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 കപ്പോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 12 കാഷ്യൂനട്ട് ഒരല്പം ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഒരു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കണം. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അധികം തിളപ്പിക്കണ്ട. ഇതിലോട്ടൊരല്പം കറിവേപ്പില ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു നുള്ള് പെപ്പർ കൂടി ഞാനിതിൻ്റെ മുകളിലോട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഗരം മസാല ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാല ഒരു പിഞ്ചും കൂടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു സ്റ്റൂ ആണ്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ലോണം ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇപ്പം നല്ല ചൂടായതുകൊണ്ടിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി. കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് നല്ല ക്രീമി ടെക്സ്ചറിലോട്ട് വരും. ഇപ്പോൾ സാധാരണ സൺഡേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളൊരു കോമ്പിനേഷനാട്ടോ ഈ ഒരു ബ്രെഡും അതുപോലെ ബീഫ് സ്റ്റൂവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മട്ടൺ ഉപയോഗിക്കണമെങ്കിൽ മട്ടൺ ഉപയോഗിക്കാം. ഇപ്പോൾ ചിക്കനാണ് ഇഷ്ടമെങ്കിൽ ചിക്കനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി മറിച്ചത് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ കോമ്പിനേഷൻ എന്താ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ബ്രെഡും നല്ല ചൂട് ബീഫ് സ്റ്റൂവും റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.